പത്തനംതിട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയുടെ ചെറുഭാഗങ്ങൾ അടർന്നു വീണ സംഭവത്തിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹെൽമറ്റ് ധരിച്ച് ഫസ്റ്റ് എയ്ഡ് കിറ്റുമായിട്ടാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. ഈ നിവേദനം നിവേദനം ഒന്ന് മേടിച്ചേ കൂടെ ഞങ്ങളൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റും. കാരണം എന്തറിയോ, ഇവിടുത്തെ സുരക്ഷ സാറാണ് ഇവിടുത്തെ രക്ഷാധികാരി. സാറിന് സുരക്ഷ കിട്ടിയിട്ട് വേണം മറ്റുള്ളവർക്ക് സുരക്ഷ കിട്ടാൻ. സാറിന്റെ ജീവൻ ഞങ്ങൾ രക്ഷിക്കും. ആദ്യം മറ്റുള്ള സർക്കാർ ജീവനക്കാരെയും രക്ഷിക്കാൻ സാറിനാണ് ഇതിന്റെ അതോറിറ്റി. സാറാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഈ താലൂക്കിന്റെ. അപ്പൊ ദയവായി ഈ കസ്റ്റോഡിയൻ എന്നുള്ള നിലയിൽ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാവരുടെയും ഇത് ഇളകി വീണുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് വല്ലോ വീണ് കഴിഞ്ഞാൽ മെത്തോ എല്ലാം ഇളകി വീണ് അടി വീണ് കഴിഞ്ഞാൽ അതിനാളില്ലെന്ന് പറഞ്ഞ് ഇവർ ഒതുക്കിക്കളയും. അതുകൊണ്ടാണ് ദയവായി സാർ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ദയവായി ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റും ഹെൽമറ്റൂടെ സാർ സ്വീകരിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഇവിടെ വരുന്ന സാധാരണപ്പെട്ട ജനങ്ങളുടെയും ജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടുത്തെ തഹസീൽദാർക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും ഹെൽമറ്റും ഞങ്ങൾ സമ്മാനിച്ചത്. എന്നിട്ട് കൂടെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന് ഒരു നിവേദനവും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ശരി, സി കെ അഭിലാൽ ഉണ്ട്. അഭിലാൽ, ഉദ്യോഗസ്ഥർക്ക് ഹെൽമറ്റ് കൊടുത്തുകൊണ്ടുള്ള പ്രതിഷേധം എന്താണ് വിവരം? ഫസ്റ്റ് എയ്ഡ് കിറ്റും നിവേദനവും ഇത് മൂന്നും കരുതിയിരിക്കുന്നത് മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് വേണ്ടിയാണ്. അവരോടുള്ള കരുതലാണ്. ചുരുക്കത്തിൽ ഈ തകർച്ചയിലായ കെട്ടിടത്തിൽ ജോലിക്കെത്തുന്ന ഓരോരുത്തരുടെയും ജീവൻ അപായത്തിലാണെന്നും അങ്ങനെ സുരക്ഷിതമായ മാർഗത്തിലൂടെ ജോലി തുടരുന്നതിനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. ഗേറ്റിൽ പോലീസ് തടഞ്ഞതോടുകൂടി തഹസീൽദാരെ പ്രവർത്തകർ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ തഹസീൽദാർ ആദ്യം തന്നെ നിവേദനം അവരുടെ വായിച്ചു കേട്ട ശേഷം വാങ്ങിച്ചു. പക്ഷേ ഹെൽമറ്റും അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റും വാങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. ഏറെ നിർബന്ധിച്ചും അത് വാങ്ങാതെ തഹസീൽദാർ ടി കെ നൌഷാദ് പിന്മാറുന്ന സ്ഥിതിയുണ്ടായി. ഒടുവിൽ തഹസീൽദാർ ഓഫീസിലേക്ക് മടങ്ങിയതോടുകൂടി മുദ്രാവാക്യം വിളികൾ ഏതും തന്നെ ഇല്ലാതെ പ്രവർത്തകർ പിരിയുകയാണ് ഉണ്ടായത്. വ്യത്യസ്തമായ സമരമാർഗം സംഘടിപ്പിക്കപ്പെട്ടത് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലായിരുന്നു. ശരി, സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.